നമസ്കാരം. ഹയർ എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിൻ്റാണ് നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് സ്ട്രീം എടുക്കും. ഡിഗ്രി പഠിക്കാൻ പോകണോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളൊരു നേഴ്സ് ആകണോ, അല്ലെങ്കിൽ ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ ആവണോ, അതല്ലെങ്കിൽ ഒരു കാർഡിയാക് കെയർ ടെക്നീഷ്യൻ ആകണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോഴ്സിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവുക. ഡോക്ടറായിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനായിട്ടായിരിക്കും നിങ്ങൾ അറിയപ്പെടുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിൻറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് +2 കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അനുയോജ്യമായൊരു കോഴ്സ് അല്ലാണ്ട് ആയി മാറാനായിട്ട് പാടില്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോഴ്സ് എന്താണെന്ന് അറിയാണ്ട് പല കുട്ടികളും കോഴ്സിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതാണോ എനിക്ക് ചെയ്യേണ്ട ജോലി എന്ന് അറിയുമ്പോൾ ചില കുട്ടികൾക്ക് അതാവില്ല ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകുന്ന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യം ആ കോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ സാലറി മാത്രം നോക്കാണ്ട്. അപ്പോൾ നമുക്ക് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിലേക്ക് വരാം. അപ്പോൾ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ രണ്ട് ജോലിക്കും വേണ്ടിയിട്ട് ഒരൊറ്റ കോഴ്സാണ് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷത്തെ കോഴ്സാണെന്നുള്ള കാര്യം പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, ഈ 4 വർഷത്തേക്ക് വരുന്ന സമയത്ത്, ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്യുവർലി ക്ലാസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിങ്സും കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ 4ാമത്തെ വർഷം, 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം ടോട്ടലി ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ആദ്യത്തെ വർഷം, അതായത് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഓപ്പറേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന മെഡിസിൻസിനെ കുറിച്ചോ അല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയറിൽ വളരെ ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ +2 പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ള ഹേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 5 സബ്ജക്റ്റാണുള്ളത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, മൈക്രോബയോളജി എന്ന് പറയുന്ന 5 സബ്ജക്റ്റാണത്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഈ അനാട്ടമി? കാരണം +2 പഠിച്ച കുട്ടികൾക്ക് മിക്കവാറും അനാട്ടമിനെ കുറിച്ചോ ഫിസിയോളജിനെ കുറിച്ചോ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, എന്താണ് ഇതിനകത്ത് പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ കുറച്ചും കൂടെ വിശദമായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ പറയുന്ന 5 സബ്ജക്റ്റുകളാണുള്ളത്. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഒന്നുകൂടെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓപ്പറേഷൻസിനെ കുറിച്ച്, മെഡിസിൻസിനെ കുറിച്ച്, ഫാർമക്കോളജി, പത്തോളജി, ഈ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് നമ്മുടെ കോഴ്സിലേക്കും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഒരു 90% കോളേജുകളിലും സെക്കൻഡ് ഇയർ മുതലാണ് നമുക്ക് പോസ്റ്റിങ്സും വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ, 3 ഇയർ + 1 ഇയർ ഇൻറ്റേൺഷിപ്പാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും വിചാരിക്കേണ്ട നമുക്ക് പോസ്റ്റിങ്സ്, ഞാൻ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആണല്ലോ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കുമല്ലോ പോസ്റ്റിംഗ് എന്ന് വിചാരിക്കേണ്ട. ഹോസ്പിറ്റൽസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ടാവും. അതിപ്പോൾ ICUസിലായിക്കോട്ടെ, വാർഡിലായിക്കോട്ടെ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിക്കോട്ടെ, എല്ലായിടത്തും നമുക്ക് എന്തുണ്ടാവും, പോസ്റ്റിങ്സ് ഉണ്ടാവും. അപ്പം CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെയൊക്കെ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽസിൻ്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CSSD ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, ഡിസിൻഫെക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ കോഴ്സിനകത്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പല കുട്ടികളും ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു മെഡിക്കൽ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് മെയിൻലി നമുക്ക് അവിടെ പ്രാക്ടീസാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ ആ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിനെ നമ്മൾ പോയിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണം. അതിന് കൃത്യമായിട്ട് ഓപ്പറേഷൻസ് നടക്കുന്ന
ഹോസ്പിറ്റൽ നമുക്ക് ഉണ്ടായിരിക്കണം, നമ്മുടെ കോളേജിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഒരു കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, യൂണിവേഴ്സിറ്റി വാലിഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ആണോ, ആ കോളേജിന് അഫിലിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എത്ര കാലമായിട്ട് ഈ കോളേജ്, എത്ര കുട്ടികൾ പാസ് ഔട്ട് ആയിട്ടുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യാനും. കാരണം അവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, അവിടെ നമുക്ക് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണ്ടേ. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു കോളേജ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ കോളേജ് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു കോഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം അടുത്തൊരു വീഡിയോയിൽ.